ഡിസംബർ മാസം 31 രാത്രി 12 മണിക്കല്ലേ നമുക്ക് ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും അടുത്തുള്ള ആഘോഷ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറാണല്ലോ പതിവ്. അങ്ങനെ ഞാനും കരുതി എൻ്റെ പിള്ളേരെയും കിട്ടിയവനെയും പറക്കി എടുത്തുകൊണ്ട് ഏതെങ്കിലും അടുത്തുള്ള സ്ഥലത്ത് പോയി എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങി. പോകുന്ന വഴിക്ക് അങ്ങോട്ട് ബ്ലോക്ക്. ഞങ്ങൾ വീട്ടിൽ നിന്ന് 8 മണിക്കാണ് ഇറങ്ങിയത്. അധികം താമസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തോ ഒടുക്കലത്തെ ബ്ലോക്ക്. അങ്ങനെ ഒരുവിധം തപ്പി അടുത്തുള്ള ശംഖുമുഖത്തെത്തി. പോകുന്ന വഴിക്ക് മ്യൂസിയത്തിൽ ഭയങ്കര തിരക്ക്. മ്യൂസിയത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു രക്ഷയുമില്ല. വണ്ടി ചവിട്ടും എൻ്റെ ഫോണ് താഴെ പോവും. അവസാനം കിട്ടേണ്ട കാര്യം ഇങ്ങനെ ചീത്ത കേട്ടപ്പോഴത്തേക്കും ഫോണും മാറ്റി വെച്ചിട്ട് നേരെ ശംഖുമുഖത്ത് വിട്ട് അവിടെ പോയി ഫോൺ എടുക്കാമെന്ന് കരുതി. ശംഖുമുഖത്ത് എത്തിയപ്പോഴും അവസ്ഥ അത് തന്നെ. പോകുന്ന വഴി ചാക്കോട്ട് എന്തോ തിരക്ക്. അങ്ങനെ ഒരുവിധം ശംഖുമുഖത്ത് എത്തിയിട്ടാണെങ്കിലോ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കറങ്ങി ഒരു 20 മിനിറ്റ് കറങ്ങി അവസാനം ഒരു ഉടുക്ക്. എൻ്റെ ഹസ്ബൻഡാകുമ്പോൾ പിന്നെ ഈ ഊരാക്കുടുക്ക് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമായതുകൊണ്ട് ഒരു മുടുക്കിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റി. അത് കഴിഞ്ഞ് എന്തായാലും വന്നു. ഇനി തള്ളിൻ്റെ ഇടയിലൊക്കെ കയറി ബീച്ചിൽ കയറി ഒരു കറക്കൊക്കെ കറങ്ങാമെന്നും പറഞ്ഞ് കയറിയപ്പോൾ ഉണ്ട് ആ കോർപ്പറേഷൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സാധനം മാത്രമുണ്ട്. അതിനകത്താണെങ്കിലോ ഒടുക്കലാത്ത തിരക്കും ഒടുക്കലാത്ത പൈസയും. എന്തായാലും കയറി 2-3 വാഴയ്ക്കപ്പവും തന്ന് 2 ചായയും കുടിച്ചിട്ട് നേരെ ഇനിയിപ്പോൾ എന്തായാലും ബീച്ചിലെത്തിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യമെന്നും പറഞ്ഞ് പോയപ്പോൾ ഉണ്ട് 4 വശവും ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച്. ആഹാ എന്ത് രസം. അപ്പം ഞാൻ കരുതി ബീച്ച് കളർഫുള്ളി തന്നെ. ഇന്ന് ഇവിടെ കിടന്ന് ആടി തിമിർത്ത് തകർത്ത് നമ്മൾ 12 മണിക്ക് ബലൂണും പൊട്ടിക്കാൻ കണ്ടിട്ടേ പോവുള്ളൂ. അങ്ങോട്ട് ചെന്നപ്പോൾ ഉണ്ട് അവിടെ ഒന്നുമില്ല. ആ തിര കയറുന്നതുകൊണ്ട് കടൽ കെട്ടിയിട്ടിരിക്കുന്നു. ആൾക്കാർ എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു. പിന്നെ കണ്ടതാ ഒരു തീവണ്ടി. അതിൽ കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും തീവണ്ടി ക്ലോസ് ചെയ്തെന്ന്. ചുമ്മാ തീവണ്ടി ക്ലോസ് ഒന്നും ചെയ്തില്ല. അവന്മാർക്ക് ഈ തള്ളിൻ്റെ ഇടയിൽ ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റണ്ടേ. അവന്മാരുടെ തീവണ്ടി പാതി വഴിയിലായി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിള്ളേരുടെ ബഹളം കൊണ്ട് ഒരു ഊതുമ്പോൾ ഊത്ത് വാങ്ങാമെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഉണ്ട് അയാൾ ഊതുമ്പോൾ മാത്രം അത് പൊങ്ങുന്നു. നമ്മൾ ഊതുമ്പോൾ പൊങ്ങുന്നില്ല. അതും അവിടെ ഉപേക്ഷിച്ച് ആ ദൗത്യവും കഴിഞ്ഞ് മുന്നോട്ട് പോയി ഒരു കറക്കൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ തളർന്നു പോയി. തളർന്നല്ല തള്ളുകൊണ്ട് തളർന്നത്. എന്തോ ഒടുക്കലത്തെ ഇടി. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ നടക്കാം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ന്യൂ ഇയറിൻ്റെ 12 മണിയാവാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ പൊട്ടിപ്പും ബലൂണ് പറത്തലൊന്നും കാണാൻ നിൽക്കാണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. എന്തായാലും ഇനിയിപ്പോൾ പോണ വഴിക്ക് വീട്ടിൽ പോയി ചോറും കറിയൊന്നും വയ്ക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പാളയത്തെ സംസമ്മിൽ കയറി ലാവിഷായിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ട്. വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് KCB അന്തസ്സായിട്ട് 12 മണി എന്നൊരു സമയമായപ്പോഴത്തേക്കും കറണ്ട് ഓഫ് ചെയ്ത്. ഞങ്ങളെ വീട്ടിൽ 12 മണിക്ക് കാലെടുത്ത് വെച്ചതും KCB ലൈറ്റ് ഓഫ് ചെയ്ത് ഒത്ത്. ശുഭം. ആഹാ ഇരുട്ടിൽ വീട്ടിലോട്ട് കയറി. അങ്ങനെ നമ്മുടെ 2024 ഡിസംബർ 31 ഇരുട്ടിലും 2025 ജാനുവരി 1 വെളിച്ചത്തിലും ഞങ്ങൾ തുടങ്ങി അകത്തോട്ട് കയറി. ബാക്കി ശേഷം സ്ക്രീനിൽ.